വേളാങ്കണ്ണിയിൽ പോയിട്ടുള്ള ഫസ്റ്റിലത്തെ ക്ലിപ്സാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് പോവാമേ. അതായത് ഞങ്ങളാദ്യം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മല്ലപ്പള്ളിയിൽ. അവിടുന്ന് നാത്തൂന്, പിന്നെ 2 മക്കൾ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ അച്ചാച്ചൻ്റെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് കേട്ടോ. ട്രെയിനിനായിരുന്നേ. അപ്പം നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പറയാം. ഞങ്ങൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു കയറിയത്. അപ്പോൾ ഞങ്ങളിത് പോകുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണിതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങോട്ട് നമ്മൾ ഭയങ്കര ജാടയിലൊക്കെയാണ് പോയത്. തിരിച്ചു വന്ന കോലം ഒന്ന് കാണാമായിരുന്നു എൻ്റെ മക്കളെ. അതൊന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗ്ലാസ്സൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ വരുന്ന വീഡിയോകളിൽ തിരിച്ചു വരുന്ന കോലം കാണും. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. വേളാങ്കണ്ണി വന്നു. നമ്മൾ അതിൽ കയറി. അപ്പം അതിൽ കയറുന്നതിന് മുമ്പ് നമ്മളവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പേടയൊക്കെ വാങ്ങി കേട്ടോ. പക്ഷെ കൊള്ളില്ലായിരുന്നു, ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ കയറി ഉടനെ വിൻഡോ സീറ്റ് നമ്മൾ വഴക്കായിരുന്നു എല്ലാവരും കൂടെ. ലാസ്റ്റ് ഞാൻ പിള്ളേരെയൊക്കെ മാറ്റിയിട്ട് ഞാൻ തന്നെ ഇരുന്നു. എന്തായാലും എനിക്ക് പിള്ളേരെക്കാളും വാശി കൂടുതലാണ്. സോ ഞാൻ തന്നെയാണ് ഇരുന്നത്. അപ്പം നമ്മളിതിങ്ങനെ കുറേ നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ഞാനൊരു സെക്കൻഡ് ടൈമാണ് ട്രെയിനിൽ ഇത്ര ലോങ് ഒക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് ആദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളിത് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇനിയിപ്പം അതിനകത്ത് കുറേ നേരം നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ ഒരുപാട് നാൾ കൂടി ഇരുന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് യാത്രയൊക്കെ പോകുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നെല്ലാം ചാടിത്തുള്ളി ഇപ്പുറത്ത് വന്നിരുന്നു. പല രീതിയിൽ കാഴ്ചകളൊക്കെ കാണണമല്ലോ. അങ്ങനെ ഇപ്പുറത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്തൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ സ്നാക്സൊക്കെ കുറേ മേടിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നു. അപ്പം തന്നെ പകുതി മേക്കപ്പൊക്കെ പോയി കേട്ടോ. അങ്ങനെ ഇനി അടുത്തതിൽ പറയാം കേട്ടോ.